ബാർക്കോഴ ആരോപണത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ തൃത്താലയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. മദ്യവർജനമല്ല മദ്യം വിളമ്പലായി മാറി പിണറായി സർക്കാർ എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. തൃത്താലയിൽ ജനങ്ങൾക്ക് നൽകിയ സമ്മാനമാണോ ഈ അഴിമതിയെന്നും പി കെ ഫിറോസ് തുറന്നടിച്ചു. ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം ഈടാക്കി ജനങ്ങളെ എങ്ങനെ പീഡിപ്പിക്കാൻ കഴിയും, ബുദ്ധിമുട്ടിക്കാൻ കഴിയും എന്ന് ഗവേഷണം നടത്തിയതിൻ്റെ പേരിലാണ് നമ്മൾ സമരം നടത്തിയത്. ഇപ്പോൾ ഇതാ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങൾ ഈ മന്ത്രിയെ ഓർക്കുന്നു. ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതിൻ്റെ പേരിൽ എം പി രാജേഷിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓർക്കുന്നൊരവസ്ഥ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടോ? തൃത്താലയിൽ ജനങ്ങൾക്ക് നൽകിയ സമ്മാനമാണോ ഈ അഴിമതി? തൃത്താലയിൽ ജനങ്ങൾക്ക് നൽകിയ സമ്മാനമാണോ, അവാർഡാണോ ഈ കെട്ടിട നികുതിയും പെർമിറ്റ് ഫീയും ലൈസൻസ് ഫീയും ഒക്കെ വർദ്ധിപ്പിച്ചത്? ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പായി അവർ പറഞ്ഞെന്താ? ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും പറഞ്ഞത് ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഘട്ടം ഘട്ടമായി മദ്യവർജനം ഞങ്ങൾ സാധിപ്പിക്കും. സിനിമാ നടന്മാരെ, സിനിമാ നടിമാരെ ഇവിടെ പരസ്യം മറന്നുപോയോ മലയാളി? ഇന്നസെന്റും KPSC ലളിതയും ഒക്കെ അഭിനയിച്ച പരസ്യം ഓർക്കുന്നില്ലേ? ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മദ്യവർജനം. എന്നാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മദ്യവർജനമല്ല, മദ്യം വിളമ്പലാണ്. മദ്യം വിളമ്പുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി എം പി രാജേഷിനെതിരെയുള്ള ബാർക്കോഴ വിവാദത്തിൽ അദ്ദേഹം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് SMK തങ്ങൾ, മുസ്ലിം ജില്ലാ ട്രഷറർ സലാം, യൂത്ത് ജില്ലാ ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്ത് സംസാരിച്ചു. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.